നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇപ്പോഴേ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് കുറച്ച് ഞണ്ട് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വന്നു. നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഞണ്ട് വേണം. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ വിനോദിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയാണോ ആവശ്യം അത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒന്നുകിൽ ഓൾറെഡി എടുത്ത് വച്ചിട്ട് നിങ്ങളെ വിളിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നതിന് ശേഷം പുള്ളി ലൈവായിട്ട് ചെന്ന് എടുത്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യക്കാർക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും നമ്മുടെ വിനോദ് എടുത്തു കൊടുക്കാൻ തയ്യാറാണല്ലോ. തയ്യാറാണ്. അപ്പോൾ നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് നമ്മുടെ വിനോദ് എങ്ങനെയാണ് ഈ ഞണ്ട് ലൈവായിട്ട് പോയി എടുത്ത് നമ്മുടെ കൂട്ടുകാർക്ക് കൊണ്ട് തരുന്നത്. ആ ഒരു വിഷ്വലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ സൗകര്യം ഒറ്റയ്ക്ക് ഈ മരം വലിച്ചുകൊണ്ടുവന്ന് എന്തിനാണെന്ന് അറിയാമോ? ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. നമ്മുടെ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞണ്ട് പിടിക്കാനുള്ള വളയങ്ങളാണ് കേട്ടോ ഇത്. അതായത് ചെറിയ മാലാണ് ഇതിൽ ഈ കമ്പിയിൽ, വലിയ കമ്പിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞണ്ട് പിടിക്കാനായിട്ടുള്ള തീറ്റയാണ് ഈ കാണുന്നത്. പുള്ളി ഇന്നലെ വാങ്ങിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇതെന്ത് ഇനി കട്ട് ചെയ്ത് കെട്ടുമല്ലേ? ഇത് എത്ര വളയം ഉണ്ടാകെ? നമുക്കൊരു 15 എണ്ണം ഉണ്ട്. നമ്മളിപ്പോൾ മാക്സിമം കൊണ്ടുപോകുന്നത് 8 എണ്ണം. 8 എണ്ണം. ഇത് ഏത് കളിമീനല്ലേ? ഇതെല്ലാം കളിമീനുകളാണ്. ഈ കര സൈഡിലുള്ള കളിമീൻ തന്നെയാണ്. അപ്പോൾ ഈ കളിമീനൊക്കെ ആര് പിടിക്കുന്ന? നമ്മൾ തന്നെ പിടിക്കും. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക വലയും ഉണ്ട്. ഈ കളിമീൻ പിടിക്കാനുള്ള വല അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഈ വലയിൽ ഞണ്ട് പിടിക്കാനുള്ള തീറ്റ കെട്ടുന്നത് കാണിച്ചു തരാമേ. കെട്ടി കാണിച്ചു നമ്മുടെ കൂട്ടുകാർക്ക്. നിരനിരയായിട്ട് കെട്ടിയിടയാണ്. എത്ര, ഒരു 4-5 പീസ് വരല്ലേ? 4 പീസ് വെച്ചാണ് കിട്ടുന്നത്. ആയല്ലേ, മതിയല്ലേ? അപ്പം 4 പീസ് സെൻട്രലായിട്ട് കെട്ടിയിട്ട് അതങ്ങ് അറ്റം പിടിച്ച് കെട്ടുകയാണ്. അപ്പം നമ്മുടെ കളിമീനൊക്കെ ഞണ്ട് പിടിക്കാനായിട്ട് വളയത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 8 എണ്ണത്തിൽ ഇതുപോലെ നമ്മൾ കെട്ടുമല്ലേ? 8 എണ്ണത്തിൽ നമ്മൾ ഇതുപോലെ കെട്ടുമേ. അവസാനം നമുക്ക് കാണിച്ചു തരാം എന്താണെന്ന്. ഓക്കെ, എന്നാ കെട്ടിക്കും. അപ്പോൾ നമ്മുടെ 7 വളയത്തിലും നമ്മുടെ ഞണ്ടിനുള്ള തീറ്റയായിട്ടുള്ള നമ്മുടെ കളിമീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഉള്ളിൽ പോയി ഞണ്ട് പിടിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? ഓക്കെ എന്നാ അപ്പോൾ മരം തള്ളാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഞണ്ട് പിടിക്കാൻ പോകാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു എത്ര സമയം കഴിഞ്ഞ് നമ്മൾ തിരികെ വരും? അത്യാവശ്യം കരയ്ക്കുള്ളതായത് ഒരു 10-15 മിനിറ്റ്. അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഒരു 10-15 ഞണ്ട് മതി നമ്മുടെ കൂട്ടുകാർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഓക്കെ എന്നാ അപ്പൊ നമുക്ക് മരം തള്ളിവിടാമേ. 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പുള്ളിക്കാരൻ ലൈവായിട്ട് പോയി നമുക്ക് ഞണ്ടെടുത്ത് കൊണ്ടുതരുമേ. നോക്കാം നമുക്ക്. അപ്പം വിനോദിൻ്റെ കൂടെ സഹായിക്കാനായിട്ട് ഒരാളൂടെ ഉണ്ട്. അപ്പോൾ ആൾ വരാത്തത് കാരണമാണ് വിനോദ് ഒറ്റയ്ക്ക് പോയി നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ഞണ്ടെടുത്ത് നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മുടെ വിനോദ് ഏകദേശം 10 മിനിറ്റിൽ കൂടുതലായി കേട്ടോ. അപ്പോൾ പുള്ളിയുടെ കയ്യിലുള്ള 7 വളയവും ഓരോ സൈഡിലായിട്ടാണ് വയ്ക്കുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് പോകും. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു തെർമോക്കോൾ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇടുന്ന ആ ഒരു വളയം, ഞണ്ട് പിടിക്കാനുള്ള വളയം താഴെയാണ്, അത് നിലത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ വലിച്ചിട്ടാണ് ഞണ്ടിന് ആവശ്യമുള്ള തീറ്റ അതിൽ പുള്ളി നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കിട്ടുന്ന ഞണ്ട് നമ്മുടെ കുട്ടയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ തിര അടിക്കുന്നതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ തന്നെയാണ് ഈ വളയങ്ങൾ കൊണ്ടിടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ കരിങ്കുളത്താണ്. പുള്ളി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ ചെറിയ ഫൈബർ വെള്ളം തുഴഞ്ഞ് പുള്ളി നേരെ എവിടെ പോകുന്നത്, നമ്മുടെ പൂവാർ, ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററുള്ള പൂവാർ പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വലത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തുറ, അത് കഴിഞ്ഞ് അടിമലത്തുറ, ആ ഭാഗങ്ങൾ വരെ പോയി ഇതുപോലെ ഞണ്ട് ആവശ്യക്കാർക്ക് കൊണ്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. വിനോദ് ഞണ്ടും പിടിച്ചിട്ട് വരെയാണ്. ഏകദേശം 15 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട്. ഞണ്ടും പിടിച്ചിട്ട് വന്ന് അപ്പോൾ എത്രത്തോളം ഞണ്ടുണ്ടോ നോക്കാൻ. ഇത് നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കുറച്ച് ഞണ്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഞണ്ടാണ് ആവശ്യം
അതിനനുസരിച്ചിട്ട് പുള്ളി ഞണ്ടുമായിട്ട് വരും കേട്ടോ. കൊണ്ടുവന്ന ഞണ്ട് നമുക്ക് നോക്കാം. ഇത്രയും ഞണ്ടുമാണ് കിട്ടിയിട്ടുള്ളത്.